ഹലോ അസ്സലാമലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. ഫൈസലേജ് എവിടെയാണ്? ഞാൻ അങ്ങാടിയിലേ കുറച്ച് ഒരു സൽക്കാരം ഉണ്ട്, അപ്പൊ അതിന്റെ കുറച്ച് സാധനം വാങ്ങാൻ വേണ്ടി വന്നാ. എന്റെ മകന്റെ കല്യാണം നിശ്ചയിച്ചിട്ടുണ്ടേ. അൽഹംദുലില്ലാഹ്. അപ്പൊ ഇവിടെ ഒന്ന് വരണം. ഞാനേ വെപ്പിന്റെ കാര്യമൊക്കെ അന്നെ ഏൽപ്പിക്കാന്ന് കരുതിക്കാണ്. ആയിക്കോട്ടെ, ഞാൻ 10-15 മിനിറ്റ് കൊണ്ടാണ് എത്താൻ പറ്റില്ല. ശരി, അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. അസ്മാലിക്ക അസ്സലാമലൈക്കും. വലൈക്കും അസ്സലാം. മുൻപിയാ എന്താർത്തണം? അസ്മായിലക്ക എന്നാ കല്യാണം നിശ്ചയിച്ചിക്കണേ? അടുത്ത മാസം 20-ാം തീയതിയാണ് ഫൈസലെ കല്യാണായി. അത് ശരി, അടുത്ത മാസം 20-ാം തീയതി. ഒരു ബുക്കും ഒരു പെന്നും എടുത്താണ് ഞാൻ കുറച്ച് സാധനങ്ങൾ എഴുതി തരാം. വലിപ്പാന്റെ കുട്ടിയെ ഒരു ബുക്കും ഒരു പെന്നും എടുത്തോടുന്ന. ഇസ്മായിൽക്ക കല്യാണം എവിടുന്നാണ് നിശ്ചയിച്ചിരിക്കണ? കുട്ടീനെ ചെറുക്കനെ എവിടുന്നാ കിട്ടണ? ചെറുക്കാപ്പറമ്പത്ത് നിന്നാണ്. ചെറുക്കാറമ്പാണില്ലേ? ആയിക്കോട്ടെ ആയിക്കോട്ടെ. എത്ര ആളെ പരിപാടിയാ? 100-300 ആളുണ്ടാവും. അപ്പൊ ചെറിയ പരിപാടിയാണ്. ആയിക്കോട്ടെ. ഇപ്പടുത്ത ആളെ കുറച്ച് മറ്റുള്ള കല്യാണമൊക്കെ കഴിഞ്ഞത്. എന്നായിക്കോട്ടെ, എല്ലാ സാധനങ്ങളൊക്കെ എഴുതി എനിക്ക് അർജന്റ് ആയിട്ട് പോണം. എവിടെ മോനും എന്തിയെ? ഓക്കേ. സ്മെൽക ഇത് നോക്കാണി ഇക്കണ്ട 300 ആൾക്കുള്ള പരിപാടി ഉണ്ടായില്ലേ? വെളുത്തുള്ളി പോണ്ടോ? വലിയ തുറന്നിട്ടുള്ളല്ലോ. ഉള്ളി. സ്മെലൊക്കെ ഒന്ന് കാട്ടിക്കാണി. ഒരു സാധനം കൂടി എഴുതാൻ മറന്നിട്ടുണ്ട്. ഇറച്ചിയിലിടുന്ന ഒരു 1.5 കിലോ അണ്ടിക്കണ്ണും കൂടി. അണ്ടിക്കണ്ണ് ഒരു 1.5 കിലോ. അണ്ടിക്കണ്ണ് ഇറച്ചിയിലിടുന്ന കുട്ടിയെ എത്തന്റെ കഥ. ഫൈസലേ, ഞാൻ 3 കുട്ടികളെ കെട്ടിച്ചു. ഇതുവരെ ഒരാളും അണ്ടിക്കണ്ണിന്റെ കാര്യം പറഞ്ഞിട്ടില്ല. അപ്പൊ അണ്ടിക്കണ്ണ് ഇടുന്നീന് എന്താ കാക്കുവോ? അണ്ടിക്കണ്ണ് ചെടണ്ട, അജ് പോയിക്കോ, ഞാൻ വേറെ ആളെ ഏൽപ്പിച്ചോളാം. അതുപോലെ തടിയെടുത്ത വേറെ ആൾക്കാരുണ്ടല്ലോ വെപ്പേര്. എന്റെ ഒലക്കിലൊരു അണ്ടിക്കണ്ണ് എന്താ ഈ കാക്ക പറയും? വേറെ ആളെ ഏൽപ്പിച്ചോളാം.